എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓണത്തെക്കുറിച്ചാണ്. ശരിക്കും ഓണം ഒരു സങ്കല്പം മാത്രമാണ്. മാവേലി അവരുടെയൊക്കെ കഥകളൊക്കെ ഒരു സങ്കല്പ കഥയായി മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. മുൻകാലങ്ങളിൽ ഓണമെന്ന് പറയുന്നത് ശരിക്കും ഒരു ആഘോഷത്തിൻ്റെ ദിവസമായിരുന്നു. കാരണം അന്ന് പാടങ്ങളിൽ പണിയെടുത്ത് കഷ്ടിച്ചവർക്ക് നല്ലൊരു ആഹാരം കഴിക്കാനുള്ള ഒരു ദിവസം എന്ന് പറയുന്നത് ഓണനാളുകളിലാണ്. ഒരു ഓണസദ്യ. അന്ന് വളരെയധികം ദരിദ്രം അനുഭവിക്കുന്ന സമയമാണ്. അതിനു പുറമെ ഈ നാട്ടുരാജാക്കന്മാരും പ്രഭുക്കൾക്കും മാത്രമുള്ള ഏക്കർ കണക്കിന് പാടങ്ങളിൽ പണി ചെയ്യുന്നവർക്ക് ആകെ കിട്ടുന്ന ഒരു വിശ്രമ ദിവസങ്ങളും ആകെ ലഭ്യമാകുന്ന ഒരു ആഹാരവും ഓരോ ഓണമുണ്ടും ആ ഓണസമയത്തേ കിട്ടുകയുള്ളൂ. എന്നാൽ ഇന്ന് സ്ഥിതി അങ്ങനെയല്ല, മറിച്ചാണ്. കാരണം ഇന്ന് എല്ലാ ഭാഗത്ത് നോക്കിയാലും എല്ലാവർക്കും ഓണം തന്നെയാണ്. അത്ര വലിയൊരു ദരിദ്രം ഇന്നത്തെ കാലഘട്ടത്തിൽ ആരും അനുഭവിക്കുന്നില്ല. വിരലിൽ എണ്ണാവുന്ന ഒരു ചില ആൾക്കാർ മാത്രം. എന്നാൽ ഈ ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ ആഘോഷമായി നമുക്ക് തോന്നുന്നത് ഈ പ്രോഡക്റ്റുകളുടെ കമ്പനിക്കാരുടെ പരസ്യങ്ങളിലൂടെയാണ്. ഓരോ ദിവസവും വരുന്ന പരസ്യങ്ങൾ വളരെ ഫുൾ പേജ്, ഹാഫ് പേജ്, പല കളറിൽ, പല ഓഫറുകളിൽ കൂടിയാണിത് വരിക. ഈ ഓഫറുകൾ കാണുമ്പോൾ പലരും ചിന്തിക്കും, നമുക്കൊരു കാർ എടുക്കാം, അല്ലെങ്കിൽ ഒരു AC എടുക്കാം, അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് എടുക്കാം, അല്ലെങ്കിൽ ഒരു മൊബൈൽ എടുക്കാം. ഇങ്ങനെയൊക്കെ പല ഐഡിയാസും ആൾക്കാരിൽ വന്നിരിക്കും. ഈ വരുന്നവരിൽ ഇതിലേറ്റവും കൂടുതൽ വരുന്നത് ഈ മിഡിൽ ക്ലാസ് ആൾക്കാരാണ്. ഒരു അതിനേക്കാളും കുറച്ച് അടുത്ത പടിയിലുള്ളവരാണ്. കാരണം കുഴപ്പമില്ലാതെ ഉപയോഗിക്കാവുന്നൊരു കാറ് കാണും, വലിയ കുഴപ്പമില്ലാതെ ഉപയോഗിക്കുന്നൊരു ഫ്രിഡ്ജ് കാണും, AC കാണും, ഒക്കെ കാണുമെങ്കിലും ഓണം ഈ പരസ്യത്തിൻ്റെ പ്രസരിപ്പിൽ ഒരു തോന്നലുണ്ടായിപ്പോൾ എന്താ നമുക്കൊന്ന് ഒരു കാറ് മാറ്റിയെടുത്തുകൂടെ, ഒരു ചേഞ്ച്. പക്ഷേ ആ ഒരു ചേഞ്ചിൽ നിങ്ങൾ ശരിക്കും പോയി വീഴുന്നത് വല്ലാത്തൊരു അപകടത്തിലാണ്. കാരണം പറയാം, ഉദാഹരണത്തിന് ഒരു കാർ തന്നെ എടുക്കാമെന്ന് കരുതുക. നിങ്ങൾ നേരെ ഷോറൂമിൽ പോകണം. ഷോറൂമിൽ അവിടെ എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ, മറ്റെന്തെങ്കിലും റെഫറൻസ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ സ്പോട്ട് പേയ്മെൻറ്റിനുള്ള ആൾക്കാരും ബാങ്കുകാരും മറ്റു ഫൈനാൻസ് ഏജൻസികളും അവിടെ പ്രസൻസിരിപ്പുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് പ്രോസസ്സ് ചെയ്ത് അന്ന് തന്നെ എഗ്രിമെൻറ്റും ചെയ്ത് അടുത്ത ദിവസം നിങ്ങൾക്ക് കാർ ഡെലിവറി എടുക്കാമെന്ന് അവർ വാക്കും തരും. ആ സന്തോഷം നമ്മളിങ്ങനെ പോരും. അപ്പോൾ അവർ പറയും, നാളെ വരുമ്പോൾ ആ ഉപയോഗിക്കുന്ന കാർ കൂടെ കൊണ്ടുവരാം. ഇത് സംഭവിക്കുന്നത് ഈ എഗ്രിമെൻറ്റ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. എഗ്രിമെൻറ്റ് എപ്പോഴും വായിക്കുന്ന രീതിയിൽ വലിയ ചെറിയ അക്ഷരങ്ങളായിരിക്കും. അവർക്ക് ഫേവറായിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും അതിൽ ചേർത്തിരിക്കും. നമ്മൾ അത് വായിക്കുക. കാരണം പുതിയ കാർ എടുക്കുന്ന ഇതിൽ നമ്മൾ ആ ഒരു സന്തോഷത്തിൽ ആ പേപ്പറിലെല്ലാം സൈൻ ചെയ്തങ്ങോട്ട് കൊടുക്കും. ഓക്കെ, കാറ് അടുത്ത ദിവസം നിങ്ങൾ കാർ വാങ്ങി ചെല്ലുമ്പോൾ ആ കാറിന് അവരൊരു എക്സ്ചേഞ്ച് വാല്യൂ ഇടും. ആ എക്സ്ചേഞ്ച് വാല്യൂ നിങ്ങൾ പുറത്ത് കൊടുത്താൽ കിട്ടുന്നതിൻ്റെ പകുതി പോലും കിട്ടില്ല. ആ കാറ് അവർ ചെയ്യുന്നത് ചെറിയൊരു മിനുക്ക് പണിക്ക് വെച്ചാൽ നേരെ പ്രീ ഓൺ കാർ ഷോറൂമിലേക്ക് അയച്ച് നല്ല വിലയ്ക്ക് അവർ വിൽക്കുന്നു. അപ്പോൾ അവരുടെയൊക്കെ ലാഭം കൊയ്യുന്നവരും അവർക്ക് നഷ്ടം വരില്ല. ഈ ഭീമമായ പരസ്യ ചാർജും പിന്നെ അവരുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജും അവരുടെ ലാഭം എല്ലാം ചേർത്തിട്ടാണ് ഈ തുക നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നത്. സുഹൃത്തുക്കളെ, വളരെ വളരെ ചിന്തിച്ചിട്ട് വേണം നിങ്ങളുടെ ഈ ഓരോ പർച്ചേസും നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരാഗ്രഹം കൊണ്ട് നിങ്ങൾ ചെന്ന് വീഴുന്നത് വല്ലാത്തൊരു കുഴിയിലാണ്. കാരണം ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഈ വർദ്ധിച്ചു വരുന്ന ചിലവുകൾ, ഡേ ടു ഡേ കൂടിക്കൊണ്ടിരിക്കുന്ന വിലക്കയറ്റം, ഇതിനെയെല്ലാം ഈക്വലൈസ് ചെയ്യുന്ന രീതിയിലുള്ള ശമ്പളമോ അല്ലെ ബിസിനസ് ലാഭമോ ഇപ്പോൾ ആർക്കും കിട്ടാറില്ല. നമ്മൾ മാനേജ് ചെയ്ത് പോകണം.
അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഹോസ്പിറ്റൽ ചിലവുകൾ, ഇങ്ങനെയൊക്കെ പല ചിലവുകളുമുണ്ട്. അതെല്ലാം അപ്രതീക്ഷിതമായിട്ട് വരികയാണ്. ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കണം. സോ ഈ ഓണനാളും പറഞ്ഞ് ഓണത്തിൻ്റെ ഈ പരസ്യ പ്രസരിപ്പിൽ നിങ്ങൾ വീഴാതിരിക്കുക. കുഴപ്പമില്ല, നിങ്ങൾ ക്യാഷ് ഉള്ളവർക്ക് എടുത്ത് മാറ്റാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. പക്ഷേ മിഡിൽ ക്ലാസ് ആൾക്കാരാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളിതൊക്കെ എടുത്ത് ഒരു കാറൊക്കെ എടുത്ത് നാട്ടിൽ പോയി എല്ലാവരെയും കണ്ട്, ഇനിയിപ്പോൾ ട്രിവാൻഡ്രത്തുള്ളവർക്ക് കണ്ണൂരും കാസർഗോഡും വേണം, ഇതിൽ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് വന്ന് എല്ലാം കറങ്ങിച്ചിട്ട് വരുമ്പോൾ പുതിയ കാർ കാണുമ്പോൾ അതൊരു പ്രൗഡാണല്ലോ, അവർ പുതിയ കാറുകൾ വലിയ സൗകര്യമാണെന്നുള്ളവർ പറയാം. സംഗതി കടം വാങ്ങിയ കാറാണെന്ന് അറിയില്ലല്ലോ. ഇനി ഇതിൽ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വണ്ടി അത്ര ദൂരം ഓടിയില്ല, നിങ്ങൾക്കൊന്ന് വളരെ ക്ലീനായിട്ട് ചെയ്യാമെന്നുള്ള കാര്യമല്ല. നിങ്ങൾ ഇപ്പോൾ ഒരു വ്യക്തി കണ്ണൂർ കാസർഗോഡ് പോയി വരുമ്പോൾ ഉണ്ടാകുന്ന പെട്രോൾ ക്യാഷ് മതി നിങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് ഫ്ലൈറ്റിൽ പോകാൻ. കണ്ണൂരോ കൊച്ചിയിലോ നിങ്ങൾക്ക് ആ ഫ്ലൈറ്റിൽ ഇറങ്ങിയാൽ, അല്ലെങ്കിൽ കാസർഗോഡുള്ളവർക്ക് മംഗലാപുരത്ത് ഇറങ്ങിയാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാം. നമുക്ക് സൗകര്യമായിട്ട് വേഗത്തിൽ നിങ്ങളുടെ ബന്ധുക്കളൊക്കെ ഉണ്ട്. മടക്ക യാത്രയിൽ വല്ല വന്ദേ ഭാരതിലോ ബസ്സിലോ ഒക്കെ നിങ്ങൾക്ക് വരാം. ഒന്ന് ആലോചിച്ച് നോക്കുക, ഏതാണ് അഡ്വൈസബിളെന്ന് ഒന്ന് ചിന്തിക്കുക. ചിന്തിച്ചിട്ടൊരു തീരുമാനമെടുക്കുക. ഇതില്ലെങ്കിൽ പറ്റുന്നത്, നിങ്ങൾ ആദ്യം എടുക്കുന്ന കാറിൻ്റെ വാട്ട് എവർ എൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് 4-5 മാസം കറക്റ്റായിട്ട് കൊടുത്ത് ഏതെങ്കിലും രീതിയിൽ അതിനൊരു മുടക്കം വന്നാൽ 1 മാസം സഹിക്കും. 2ാമത്തെ മാസം പിന്നെ ആൾക്കാർ രാവിലെ നമ്മൾ ജോലിക്ക് ഇറങ്ങാൻ നേരത്ത് അവിടെ വന്ന് നിൽക്കുന്നത് ഈ പിരിവുകാരനായിരിക്കും. അവർക്ക് തന്നെ അതിന് സെപ്പറേറ്റ് ഏജൻസി ഉണ്ട്. പിരിവുകാരെന്ന് വെച്ചാൽ അവർക്കൊരു മാനുഷിക മൂല്യങ്ങളുള്ളവരല്ല. അവരൊന്ന് ആദ്യം ഒന്ന് എന്താ ക്യാഷ് അടയ്ക്കാത്തത്, നിങ്ങൾക്ക് വണ്ടി എടുത്തപ്പോൾ നമ്മൾ അങ്ങോട്ട് വളരെ മോശമായിട്ട് ചിത്രീകരിക്കും. നമ്മൾ ജോലിക്ക് തന്നെ ഇറങ്ങുന്നവരായിരിക്കും. ഇത് നിങ്ങൾക്ക് ഇതിന് ഈ കാർ എടുക്കുന്നവർക്ക് മാത്രം, ഇത് എല്ലാവർക്കും ഉള്ളതാണ്. ഇതിൽ ഏറ്റവും വലിയൊരു കൂട്ടരുണ്ട്. ഇപ്പോൾ ഈ ഓണനാളുകളിൽ ഈ ഓട്ടോയിലും മറ്റേ വാനിലും ഒക്കെ നിറച്ച ഫർണിച്ചറിനും മാട്രസുമായിട്ടൊക്കെ ആൾക്കാർ വരും. അവരൊന്ന് നിങ്ങളെടുത്തോളം ഒരു പൈസയും കൊടുക്കണ്ട, കയ്യിൽ കിട്ടുന്ന കണക്ക് കൊടുത്താൽ മതി എന്ന് പറയും. അതായത് ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ. ആദ്യമല്ലേ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ പാത്രങ്ങൾ വല്ലതാണെങ്കിൽ അബദ്ധത്തിൽ ചെന്ന് വീഴാതിരിക്കും. അതാണ് ഏറ്റവും വലിയ ദുരിതം. നിങ്ങൾ രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ, പ്രത്യേകിച്ച് ആണുങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പെണ്ണുങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഈ പിരിവുകാരുടെ ശല്യമായിരിക്കും. പൈസ 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 എന്ന് പറഞ്ഞ്. പക്ഷേ സ്ത്രീകൾ അവർ അത്ര കൊണ്ട് അവരുടെ ആ ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ മറുപടി കൊടുക്കാൻ വയ്യാത്തൊരു സ്റ്റേജാകും. സോ ഈ അൺവാണ്ടഡ് ഓപ്പറേഷൻ നിങ്ങൾ ഒഴിവാക്കുക. കയ്യിൽ ക്യാഷ് ഉള്ളപ്പോൾ പോയി കടയിൽ ബാർഗെയിൻ ചെയ്ത് നിങ്ങൾ സാധനം എടുക്കുക. വെറുതെ ഈ ഓണത്തിൻ്റെ പേരും പറഞ്ഞ് ടെൻഷൻ ക്രിയേറ്റ് ചെയ്യരുത്. അത് വളരെ വളരെ പ്രധാനമുള്ള കാര്യമാണ്. പിന്നെ വസ്ത്രങ്ങളുടെ കാര്യം നിങ്ങൾക്കറിയുമല്ലോ. ഇപ്പോൾ മുമ്പത്തെ കണക്ക് എപ്പോഴും ഓരോ ഫംഗ്ഷനും നമ്മൾ വസ്ത്രങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താണ് ഓണസദ്യ? നമ്മൾ വീട്ടിൽ എപ്പോഴും ഒരു പച്ചക്കറിയും ഒരു എന്തെങ്കിലും സംതിങ് നോർമൽ ഒരു സ്റ്റാൻഡേർഡ് ഫുഡ് എപ്പോഴും നമുക്ക് ഇപ്പോൾ ഇവിടെ കിട്ടുന്നുണ്ട്. അതായത് മുൻകാലങ്ങളിൽ ഒരിക്കലും കിട്ടാത്ത പൂർണ്ണത ഓണത്തിന് മാത്രം ഉപയോഗിക്കുന്ന ആഹാരം നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ സർവ്വസാധാരണമാണ്. എവറിത്തിങ് നോർമൽ. ഇപ്പോൾ എല്ലാ വീട്ടിലും തെറ്റില്ലാത്ത ഫർണിഷിങ്ങും കാര്യങ്ങളും ഒക്കെ കാണും. അതുകൊണ്ട് ഉള്ളത് മെയിൻറ്റെയിൻ ചെയ്ത് ഒരുമാതിരി ക്ലീനാക്കി അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് കടമില്ലാതെ വരുന്ന വരുമാനത്തിൻ്റെ പരിധിയിൽ നിന്ന് ചിലവുകൾ ചുരുക്കി നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോയാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നിങ്ങളായിരിക്കും. മറ്റുള്ളവർ പത്രാസ് കാണിക്കുന്നവർ അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും അവരനുഭവിക്കും. സോ ചിന്തിക്കുക, ആലോചിക്കുക, കൂട്ടായിട്ടിരുന്ന് ഒരു തീരുമാനമെടുത്ത് എന്തെങ്കിലും ഒരു പുതിയ പർച്ചേസിന് ഈ ഓണത്തിന് പോവുക. ഒരിക്കലും ഈ ഓണം ഒരു കടം വാങ്ങിയിട്ടുള്ള ഒരു ആഘോഷമായി മാറ്റാതിരിക്കുക. ഇത് എല്ലാവരുടെയും ഒരു അറിവിലേക്ക് വേണ്ടി നമ്മൾ പറയുകയാണ്. നിങ്ങളെ ഈ പരസ്യങ്ങളുണ്ട്, നിങ്ങൾ സമ്മർദ്ദത്തിലാകരുത്. നിങ്ങളെ സമ്മർദ്ദത്തിലാക്കും. നിങ്ങളുടെ വണ്ടി വെറുതെ ഷോറിന് വേണ്ടി കയറാൻ നിങ്ങൾ കാറുമായിട്ട് വരത്തുള്ളൂ. കാര്യം അത്ര വെൽ ട്രെയിൻഡ് സെയിൽസ്മാൻ, എഫിഷ്യൻസിയുള്ള സെയിൽസ്മാനും സെയിൽസ് ഗേൾസും ഒക്കെ അവിടെ ഉണ്ടാകും. സോ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സുഹൃത്തുക്കളെല്ലാം ഒന്ന് പാസ് ഓൺ ചെയ്യണം. താങ്ക് യു. കാണാം വീണ്ടും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.